ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വെറും 5 മിനിറ്റിൽ തീ പോലും കത്തിക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പേടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പാർലേജി ബിസ്ക്കറ്റ് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പേട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ചെറിയ 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 10 രൂപയുടെ ഒരു പാർലേജി പാക്കറ്റാണ് കേട്ടോ. 2 ഇതുപോലെ ചെറിയ പാക്കറ്റ് ഉണ്ട്. പിന്നെ പാർലേജി തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഒക്കെ ആണെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഹൈഡ് ആൻഡ് സീക്കോ അതൊക്കെ എടുത്താലും നല്ലതാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ബിസ്ക്കറ്റ് ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കണം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം. നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നന്നായി പൊടിച്ചെടുത്ത ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നന്നായി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ചേർക്കുമ്പോൾ പൊടിച്ചിട്ട് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ മധുരം ഒരുപാട് വേണ്ട, കാരണം ബിസ്ക്കറ്റിന് തന്നെ ഓൾറെഡി മധുരം ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്കൊരു ചോക്ലേറ്റ് പേട പോലെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കണം. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂണോളം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, അതായത് തേങ്ങയാണ്. തേങ്ങ തന്നെ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ള തേങ്ങയാണ്. അതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ്. പിന്നെ പാല് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർക്കുക, കാരണം ബിസ്ക്കറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കുതിർന്ന് പോവും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ട് നോക്കിയിട്ട് ബാക്കി ചേർത്താൽ മതി. രണ്ടു ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടില്ല. ഇനി നമുക്കത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടെടുത്തിട്ട് ഒരു പേടയുടെ ഷേപ്പിലാക്കിയിട്ടെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പേടയുള്ളത്. നമ്മൾ ചെറുതായിട്ട് ആ കൊക്കോ പൗഡർ ചേർത്തുകൊണ്ടാണ് ഈ ഒരു കളറിലുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ കൊക്കോ പൗഡറൊന്നും ചേർക്കാതെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ആ ഒരു രീതിയിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മധുരം എന്തെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ പേട എല്ലാം ഇവിടെ റെഡിയായി. ഞാൻ നടുക്കായിട്ട് ഒരു ചോക്കോ ചിപ്പ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ പേട. ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റായി കിട്ടും, അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക്